എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കോമൺ പ്രിലിമിനറി എക്സാം 2021 സ്റ്റേജ് 5ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നമ്മൾ 171ഓളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇംഗ്ലീഷ് മലയാളമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 110ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതും നോക്കി പഠിക്കുക. മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തരേണ്ടത് ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലിലാണ്. ഒരുവിധം എല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഓരോ ലൈക്കും ആണ് നമുക്കുള്ള ഊർജം. പക്ഷെ നിങ്ങളുടെ കുറഞ്ഞു വരുന്നതായിട്ടാണ് പ്രവണതയാണ് നമുക്ക് കണ്ടുവരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. ആൻസർ ഡി, ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിന്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനം. ആൻസർ സി, GV രാജ സ്പോർട്സ് സ്കൂൾ, തിരുവനന്തപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല. ആൻസർ സി, കാസർഗോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ആൻസർ സി, പരിരക്ഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2011-2020 വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് ലഭിച്ചത്? ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. വിരാട് കോഹ്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസ്റ്റഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ സെലിബ്രിറ്റി ആരെ? ആൻസർ സി, വിരാട് കോഹ്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കർഷകരുടെ വളം സബ്സിഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയോഗിക്കപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേധാവി ആരെ? ആൻസർ സി, കനിമൊഴി കരുണാനിധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ സീനിയർ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെ? ഇതില് കറണ്ട് അഫയേഴ്സിൽ വന്നതാണ്, അഞ്ജു ബോബി ജോർജ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ വിഭാഗത്തിൽ ക്രോസ്വേർഡ് പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ. ആൻസർ ബി, N പ്രഭാകരൻ. പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? ആൻസർ എ, പാകിസ്ഥാൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം. ആൻസർ ബി, കന്യാകുമാരി. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര. ആൻസർ ഡി, വിന്ധ്യ പർവ്വതം. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി. ആൻസർ ഡി, ഗംഗ. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷമേത്? ആൻസർ ബി, 1958. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റ് ഡിവിഷന്റെ കീഴിലാണ്? ആൻസർ ഡി, ഗോവ. ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ആൻസർ സി, ഇംഗ്ലീഷ്. ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ആൻസർ ഡി, ജിം കോർബറ്റ്. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. ആൻസർ സി, കൃഷ്ണ നദി. ഇവയിൽ ഖാരിഫ് വിളയല്ലാത്തത് ഏത്? ആൻസർ ഡി, ബാർലി. മസൂലി പട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? ആൻസർ സി, ആന്ധ്രാപ്രദേശ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം? 1857 വിപ്ലവം. പ്ലാസി യുദ്ധത്തിൽ സിറാജു ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ആൻസർ ബി, റോബർട്ട് ക്ലേവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി? ആൻസർ ഡി, സർദാർ വല്ലഭായ് പട്ടേൽ. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആരെ? ആൻസർ ഡി, രവീന്ദ്രനാഥ ടാഗോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത്? ആൻസർ എ, 1919 ഏപ്രിൽ 13. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത് എവിടെ? ആൻസർ സി, സിംഗപ്പൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ആൻസർ ഡി, ഇന്ത്യ, ചൈന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? ആൻസർ സി, ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. 16ാമത് പി കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത്? ആൻസർ സി, വിജയകൃഷ്ണൻ. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പുകൾ? ആൻസർ ഡി, ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29, 30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എ, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. നിയമത്തിന്റെ അനുമതിയോടല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കുവാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം? ആൻസർ ബി, 21ാം അനുച്ഛേദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത്? ആൻസർ സി, 32ാം അനുച്ഛേദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്ന്? ആൻസർ സി, 2008. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താമരയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ആൻസർ ബി, നെലംബോ ന്യൂസിഫെറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? ആൻസർ ഡി, തിരുവനന്തപുരം. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്ക്? ആൻസർ സി, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ? ആൻസർ സി, 5. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി? ആൻസർ ബി, ഭാരതപ്പുഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല? ആൻസർ സി, മലനാട്. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത്? ആൻസർ ബി, പൊന്നാനി കനാൽ, മലപ്പുറം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോട് കൂടി മഴ പെയ്യുമ്പോൾ വേനൽ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ എ, മാംഗോ ഷവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ എ, ഡിസംബർ 5. കേരളത്തിലെ 2ാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേരെന്താണ്? ആൻസർ സി, സൈലന്റ് വാലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെരിയാർ വന്യമൃഗസങ്കേതം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ എ, ഇടുക്കി. KSEB സ്ഥാപിതമായ വർഷം? 1957 മാർച്ച് 31. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം? ആൻസർ സി, കാറ്റ്.
കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം? ആൻസർ ബി തിരുവനന്തപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം? ആൻസർ ബി മിതവാദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ? ആൻസർ ഡി പണ്ഡിറ്റ് കറുപ്പൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ? ആൻസർ ഡി ആഗമാനന്ദ സ്വാമി. സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ എന്ന സന്യാസി സഭ സ്ഥാപിച്ചത് ആരെ? ആൻസർ ബി കുര്യാക്കോസ് ഏലിയാസ് ചാവറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആരെ? ആൻസർ ഡി കുര്യാക്കോസ് ഏലിയാസ് ചാവറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവാരെ? ആൻസർ ഡി പണ്ഡിറ്റ് കറുപ്പൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മയ്യഴി ജനകീയ സമരത്തിനു നേതൃത്വം കൊടുത്തത്? ആൻസർ സി IK കുമാരൻ മാസ്റ്റർ. എടച്ചേന കുങ്കൻ നായർ, തലക്കിൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏതു കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എ പഴശ്ശി കലാപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്? ആൻസർ എ അയ്യങ്കാളി. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെതിരെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം? ആൻസർ ഡി 90-ാം ആണ്ട് ലഹള. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമേത്? ആൻസർ സി പേരാൽ. പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? ആൻസർ ഡി 12 to 18. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ? ആൻസർ ഡി ഫാഗോസൈറ്റോസിസ്. മനുഷ്യ ശരീരത്തിലുള്ള നാഡികൾ? ആൻസർ ഡി 43 ജോഡി. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിനു കാരണം? ആൻസർ ഡി യൂറോക്രോം. പേശി കമ്ലത്തിന് കാരണമാകുന്നത് എന്ത് അടിഞ്ഞുകൂടുന്നതാണ്? ആൻസർ സി ലാക്റ്റിക് ആസിഡ്. അയഡിൻ അടങ്ങിയ ഹോർമോൺ? ആൻസർ സി തൈറോക്സിൻ. വിറ്റാമിനുകളുടെ ലയത്വം അനുസരിച്ച് അവയെ എത്രയായി തിരിച്ചിരിക്കുന്നു? ആൻസർ എ 2. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്തെ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി? ആൻസർ ഡി സ്നേഹപൂർവം. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണ തലം? ആൻസർ സി 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരീരത്തിൽ എത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം? ആൻസർ സി കരൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ്? ആൻസർ സി ഡി ബ്ലോക്ക് മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിൽ? ആൻസർ ബി 3D. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഡാഷ് വാതകം ഉണ്ടാകും? ആൻസർ ബി ഹൈഡ്രജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കുവാൻ ഉപയോഗിക്കുന്നത്? ആൻസർ ബി സോഡിയം ക്ലോറൈഡ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം. ആൻസർ ഡി, ഇലക്ട്രിക് ഫാൻ. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ. ആൻസർ ഡി, ബോസ് ആൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം. ആൻസർ എ, കുറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിനു പിന്നിലെ അടിസ്ഥാന നിയമം. ആൻസർ ബി, ഹൂക്സ് നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം. ആൻസർ എ, പസഫിക് സമുദ്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രിസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ആൻസർ സി, മെർക്കുറിക് ഓക്സൈഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.